കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയെ അനുവദിക്കാൻ ബാക്കിയുള്ള 6 ഗഡു ക്ഷാമബത്തെയും അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക, PFRDA നിയമം പിൻവലിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷനേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും നടത്തിയത്. പെൻഷൻ ഭവനിൽ നിന്ന് ആരംഭിച്ച മതിലകം സെന്ററിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പെൻഷൻ പരിഷ്കരണം ലഭിച്ചു, സത്യമാണ്. ആ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക 2019 മുതൽ 2021 വരെയുള്ള കുടിശ്ശിക 2021 വർഷത്തിൽ തന്നെ നവംബറോട് കൂടി നിങ്ങളുടെ 4 ഗഡുക്കളും അനുവദിച്ചു തരുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും ഗഡുക്കൾ വളരെ വ്യക്തമായി നമുക്ക് കിട്ടി എന്നുള്ള കാര്യം ശരിയാണ്. മൂന്നാമത്തെ ഗഡുവായപ്പോഴേക്കും സർക്കാരിന് സാമ്പത്തിക മാന്ദ്യം എന്ന പേരിൽ നമ്മളുടെ ഗഡു മാറ്റിവെച്ചു. മൂന്നാമത്തെ ഗഡു നമുക്ക് പിന്നെ കിട്ടി, അത് ഗഡു മുഴുവൻ കിട്ടിയില്ല. നമ്മളുടെ ക്ഷാമാശ്വാസ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അതിലുണ്ടായിരുന്നില്ല. 4ാം ഗഡു ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2019 ജൂലൈ 1 മുതൽ നമുക്ക് പെൻഷൻ പരിഷ്കരണം ലഭിച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ മറ്റൊന്നും നമ്മുടെ പെൻഷനിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയിലൂടെ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ഇത്തരം കാര്യങ്ങൾക്ക് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വെച്ച് നമ്മൾ നിവേദനങ്ങളും പലതും കൊടുത്തു. അതിനുശേഷം കഴിഞ്ഞ ആഗസ്റ്റ് മാസം 7-ാം തീയതി നമ്മൾ സമരമാർഗത്തിലേക്ക് സമരമുഖത്തേക്ക് പുറപ്പെട്ടപ്പോൾ ആണ് പെട്ടെന്ന് നമ്മളെ എല്ലാം ഞെട്ടിപ്പിച്ച വയനാട് ദുരന്തമുണ്ടായത്. ആ വയനാട് ദുരന്തത്തിന്റെ പേരിൽ നമ്മൾ വയനാട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളുടെ സമരമാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ വയനാടിനൊപ്പം നിന്നു. അതിനുശേഷം കഴിഞ്ഞ ഒക്ടോബർ 10-ന് നമ്മൾ ജില്ലാതലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും ധർണയും നടത്തി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി. നമ്മൾ ജില്ലാ ഭരണാധികാരികൾക്ക് നമ്മളുടെ നിവേദനം സമർപ്പിക്കുകയുമാണ്. ബ്ലോക്ക് പ്രസിഡന്റ് CK ശംഖു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ, VK അശോകൻ, MD സന്തോഷ്, CV ഗ്രേസി എന്നിവർ സംസാരിച്ചു. ഇപ്പൊ വേറെ ഒന്നും കൂടി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് നമുക്ക് നടപ്പാക്കേണ്ടതെന്നും ആണ് നമ്മുടെ അഭിപ്രായം. ആ അഭിപ്രായമാണ് നമ്മളിപ്പോൾ ഉന്നയിക്കുന്നത്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ ധർണ നടത്തുന്നത്. പോരാത്തതിന് ഇപ്പോഴത്തെ കാര്യം നോക്കൂ, വിലക്കയറ്റം രാജ്യമെമ്പാടും വിലക്കയറ്റമാണ്. വിലക്കയറ്റം നമ്മൾ ആകെ ബുദ്ധിമുട്ടിക്കുകയാണ്. എത്രയോ ശതമാനമാണ് വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു, വലിയൊരു ചാർജാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ പെൻഷൻകാരായ നമുക്കും ബാധകമാണ്. അതിനനുസരിച്ച് വില നിലവാരത്തിനനുസരിച്ച് DA നമുക്ക് കിട്ടിയേ കഴിയും. ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. You're watching True Line News.